സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ബേക്കൽ ഫോർട്ടിലേക്കാണ്. അപ്പം അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ ബേക്കൽ കോട്ട എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കടക്കാം. നമ്മൾ ആദ്യം എന്താ പറയുക, ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷമേ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. ഇന്ന് ഭയങ്കര ആൾക്കാരാണ്, ഭയങ്കര തിരക്കാണ്. സോ സൺഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാവർക്കും ലീവില്ലാകെ ഒരു ദിവസമാണ് സൺഡേ. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം കഴിഞ്ഞിട്ടാണ് എൻട്രി. അപ്പം നമ്മളവിടെ ടിക്കറ്റ് കാണിച്ച് അകത്തേക്ക് പ്രവേശിച്ചു. നല്ല വിശാലമായ സ്ഥലം. അതാ നേരെ കാണുന്ന അതിൻ്റെ മുകളിൽ കയറിയാൽ കടലിൻ്റെ നല്ല വ്യൂ കാണാം. സോ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർ ഇവിടേക്ക് എന്തായാലും വരേണ്ടതാണ്. അതിനുശേഷം നമ്മളിങ്ങനെ നടന്ന് ഒരു കുളത്തിൻ്റെ അടുത്ത് എത്തി. കുളമാണോ എന്നറിയത്തില്ല, ആണെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്തോ വെള്ളമൊന്നും കാണാൻ പറ്റിയില്ല. വെള്ളം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, പക്ഷെ അത് ഭയങ്കര ആഴത്തിലാണ്. സോ അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് ഇനിയാണ് കടലിൻ്റെ ഒറിജിനൽ വ്യൂ കാണാൻ പോകുന്നത്. അപ്പം നമുക്കത് കണ്ടിട്ട് വരാം. നേരെ കാണുന്നത് കടലാണ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് കടലിൻ്റെ നല്ലൊരു വ്യൂ കാണാം. എന്താ പറയുക, അത്രയും നടക്കാൻ അത്രയും സുഖമുള്ളൊരു സ്ഥലമാണിത്. സത്യം പറഞ്ഞാൽ ഇവിടെ നോക്കിയാലും കടലിൻ്റെ ഒരു നല്ലൊരു വ്യൂ കാണാൻ മാത്രമല്ല, ഈ പച്ചപ്പുല്ല് അതിൻ്റെ ഇടയിലൂടെ നടക്കാനൊക്കെ നല്ല വൈബായിരിക്കും. വൈകുന്നേരങ്ങളിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് വരുന്ന വഴിക്ക് വണ്ടിക്കും പണി കിട്ടി. അപ്പം അങ്ങനെ ഇതിലൂടെ ഒരു സ്റ്റോപ്പ് കയറി, ഒരു വർക്ക്ഷോപ്പ് കയറി നിർത്തി. അവിടെ ഇരിക്കുമ്പോഴേക്കും മഴയും വന്നു. വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബൈ ബൈ.